അപ്പൊ ദാ നമ്മുടെ ജഡ്ജസ് ഒക്കെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ സെലിബ്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഏതൊരു കാര്യം അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഐശ്വര്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അതെ. അപ്പൊ ഒരു പാട്ട് പ്രണതോസ്മി ഗുരുവായൂരേശം. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു പാട്ടാണ് പ്രണതോസ്മി. അത് എപ്പോൾ കേൾക്കുമ്പോഴും ഞാൻ ഗുരുവായൂർ എത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ്. എല്ലാവരും പാടി കേട്ടു ഈ പാട്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ 100ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ ശരത് സാറിന് വേണ്ടിയിട്ട് സാറിന്റെ പ്രണതോസ്മി പാടും. യെസ്. പ്രേമാശ്രുവാൽ പരിപൂർണമേ സ്വരഭാജനം കരുണാനിധേ സത്യവ്രതഭരിത തത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേത സ്മര ഹരിപാദം. എം.ജി സർ, നിങ്ങൾ ഈ അണ്ണാച്ചി ബന്ധം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായല്ലോ. അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ശരത് സാർ കമ്പോസ് ചെയ്ത പാട്ടുകളില് നിങ്ങളുടെ ഇടയിൽ ഡിസ്കഷൻ വന്നിട്ടുള്ള സാർ കമ്പോസ് ചെയ്ത ഏതൊരു പാട്ടിനെ കുറിച്ചായിരിക്കും? എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാവയാമി, അത് ഒരു രക്ഷയില്ല. അത് പാടാന് ഇന്ന് ഇന്ത്യയില് ശരത്തിന് മാത്രമേ പറ്റൂ. കാരണം വേറൊന്നുമില്ല, അത് അങ്ങനത്തെ ഒരു ശ്രുതിഭേദവും അതുപോലെ സ്വരഭേദങ്ങൾ എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു ഫെൻറ്റാസ്റ്റിക് സോങ് ആണ്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു പാട്ട് സുധാമന്ത്രം, അത് വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തിന്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തയ്യാറെടുപ്പോടു കൂടി വേണം പോകാൻ. എല്ലാവരും ഇതാണ് സർ പറയുന്നത്. അത് സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. എങ്കിൽ തന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമുക്ക് അറിഞ്ഞു പോകണം. അല്ലാതെ വെറുതെ പോയി അങ്ങോട്ട് പാടിയിട്ട് വരാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ജെനുവിൻ ജീനിയസ്. ശരത് സർ, ഓ എം.ജി സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാലും തിരിച്ച് അതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ ഏതായിരിക്കും ഒരു ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു പാട്ട്? അയ്യോ, അണ്ണൻ പാടിയ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടം. കാര്യം എല്ലാത്തരം പാട്ടുകൾ ഇപ്പൊ അണ്ണനെ വിളിച്ച അയ്യോ ക്ലാസിക്കൽ അതൊന്നും ഇന്ന ആളെ വിളിക്കാം, ഡപ്പാങ്കുത്താണ് ഇന്ന എന്നാൽ മറ്റേ ആളെ വിളിക്കാം. ഇതൊന്നും അല്ല, ഇടയ്ക്ക് ഒരാൾ എന്നാൽ ആ ഇടയിൽ നിൽക്കുന്നവനെ വിളിക്കാം. അങ്ങനൊന്നുമില്ല, ഇവരെല്ലാം ഇതിനകത്തുണ്ട്, വിളിച്ചാൽ മതി. അല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അണ്ണാച്ചി കീറി വെച്ചേക്കുന്ന പാട്ടാ. എത്ര പാട്ടുകളാണ് സാർ ഇവിടെ പാടിയിട്ടുള്ളത് കുട്ടികൾ? അയ്യോ അസാധ്യം. അതൊക്കെ ഒരു ജന്മ സുഹൃതം, അല്ലാതെ വേറൊന്നുമില്ല. കാരണം നമ്മൾ പണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേ
ഇങ്ങനൊന്നും ആകും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം മദ്രാസിൽ വിളിക്കുന്നു, വരുന്നു, AVM സ്റ്റുഡിയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസാദ്, അങ്ങനെ പറന്ന് കിടന്ന് പാടുന്നു. അന്ന് മുഴുവൻ മദ്രാസാണല്ലോ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് അതിൻ്റെ മധുരം ഞാൻ അറിയുന്നത്. കാരണം അന്നൊന്നും ഒരു പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പാടണം, അല്ലെങ്കിൽ ഇങ്ങനെ പാടിയാലേ ഇനി ഫ്യൂച്ചറിൽ അത് അങ്ങനൊന്നുമില്ല. അതൊക്കെ പാടി, കാരണം നമുക്കറിയാവുന്ന രീതിയിൽ പാടി. അത് മ്യൂസിക് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണല്ലോ അത് ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് മദ്രാസിലുള്ള ഓർക്കസ്ട്രയുടെ ആൾക്കാർ അന്ന് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇന്ന ആള് വന്ന് നന്നാ പാടിയിരിക്കെന്ന് പറഞ്ഞാൽ അത് മതി, വേറെ ആള് പറയേണ്ട കാര്യമില്ല. അവരൊരു ക്ലാപ്പ് ചെയ്യും, ആ ക്ലാപ്പിലും എല്ലാം മതി. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ അടുത്ത തിയേറ്ററിൽ പോകുമ്പം, റെക്കോർഡിങ്ങിന് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം 5 പാട്ടൊക്കെ കാണും. അവരടുത്തടുത്ത് പോകുമ്പോഴത്തേക്ക് പറയും, കേരളത്തിൽ എന്തൊരു ആൾ വന്നിരിക്ക്, ரொம்ப അഴകാ പാടിയിരിക്കും. പിന്നെ അവർ ചോദിക്കും അതാര്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാട്ടിന്റെ ഒരു ഗതി പൊക്കോണ്ടിരുന്നത് അന്ന്. അപ്പൊ MG സാർ, ഞങ്ങക്ക് വേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഇന്നെങ്കിലും നമ്മളിവിടെ നിന്ന് ചൂസ് ചെയ്ത് പോവില്ല. അല്ല, അത് കാരണം ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ പാടിയ പാട്ട് ഞാൻ പാടുന്നില്ല. ഇല്ല, കാരണം ഞാൻ പാടിയ പാട്ട് എപ്പോഴും എല്ലാരും പ്രതീക്ഷിക്കും ദേണ്ട വരുന്നു. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ. ഞാൻ അതല്ല പാടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എന്റെ മാമന്റെ പാട്ട് പാടാം. സലീൽ ചൗധരി സാഹബ് പാട്ട്. യെസ്. സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി, സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി, സാഗരമേ ശാന്തമാകനീ. സാറേ